ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സിലെ ഒരു പാഠഭാഗം 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമായ ചലനത്തിനൊപ്പമാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യം ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറിയിട്ട് കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ചലിക്കാത്തത്. അപ്പോൾ കുട്ടികൾ കെട്ടിടം, പാറ, പർവ്വതങ്ങൾ എന്ന ഉത്തരം പറയുന്ന സമയത്ത് കുട്ടികളോട് ടീച്ചർ പറയുന്നു അവയെല്ലാം ചലിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു, അതെങ്ങനെ ചലിക്കുന്നത്? അങ്ങനെ അതെല്ലാം ചലിക്കുന്നുണ്ട് എങ്കിൽ വീട്ടിലെത്തുമ്പോൾ വീട് അവിടെ കാണാൻ പാടില്ലല്ലോ, വീട് ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊരു കുട്ടി പ്രതികരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ചലിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഭൂമി, സൂര്യൻ, അഷ്ടഗ്രഹങ്ങൾ ഇതെല്ലാം ചലിക്കുകയാണല്ലേ. ഇതൊക്കെ നിർജീവ വസ്തുക്കളാണ്, പക്ഷേ ഇവരെല്ലാം ചലിക്കുന്നുണ്ട്. അവിടെയുള്ള പൊടിപടലങ്ങൾ, പാറകൾ, മെസ്ട്രോയിഡ്, ആൻഡ്രോയിഡ്സ്, അങ്ങനെ കോമറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആകാശഗോളങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ബഹിരാകാശ അത്ഭുതങ്ങളുടെ ലോകം എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. എല്ലാ ഗ്രഹങ്ങളും സൂര്യനും ചുറ്റും ചലിക്കുന്നുണ്ടെന്നറിയാലോ. ടീച്ചർ പറഞ്ഞ കാര്യത്തെ ഗ്രഹങ്ങളുടെ ചലനം അടിസ്ഥാനമാക്കി വിശദീകരിക്കാൻ കഴിയുമോ? ഭൂമിയുടെ ഏതെല്ലാം ചലനങ്ങൾ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് ഏതൊക്കെ ചലനങ്ങൾ അറിയാം? നമ്മൾ പഠിച്ചതല്ലേ. ഭൂമിയുടെ 2 തരത്തിലുള്ള ചലനങ്ങളുണ്ട് അല്ലേ, പരിക്രമണവും ഭ്രമണം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭ്രമണം. ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യന് ചുറ്റും കറങ്ങുന്നത് പരിക്രമണം. ഭൂമി ചലിക്കുമ്പോൾ അതോടൊപ്പം എന്തെല്ലാം ചലിക്കും? ഭൂമി ചലിക്കുന്ന സമയത്ത് ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ചലിക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും ചലിക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം നമ്മൾ ഭൂമിയുടെ ചലനത്തിനൊപ്പം ചലിക്കുന്നു അല്ലേ. നമ്മൾ ഭൂമിയുടെ ചലനത്തിനൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ചലിക്കുകയാണ്, അതോടൊപ്പം നമ്മളും ചലിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാലേ നമുക്ക് ഈ ചലനം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. സോ ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ. പഠിച്ചു വെക്കുക, ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ കറങ്ങലിൻ്റെ അല്ലേ, ഭൂമി സ്വയം തിരിയുന്നത്, അതായത് ഭ്രമണത്തിൻ്റെ വേഗത മണിക്കൂറിൽ 1667 കിലോമീറ്റർ. സൂര്യനെ ചുറ്റുന്നതോ അഥവാ പരിക്രമണമോ അത് വരുന്ന സമയത്ത് ഏകദേശം ഇത്രയും കിലോമീറ്ററിൽ വരും അല്ലേ. ഇത്രയെന്ന് പറയുമ്പോൾ 1,06,000 കിലോമീറ്റർ. 1,06,000 കിലോമീറ്റർ. ഇതിനർത്ഥം ഭൂമി ചലിക്കുന്ന സമയത്ത് നമ്മളും ചലിക്കുന്നുണ്ട്. ഭൂമിയുടെ ചലനം അനുസരിച്ച് നമ്മളും ചലനം നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാര്യം എടുത്തു നോക്കൂ. നമ്മൾ സുഹൃത്തിൻ്റെ നെഞ്ചിൽ ചെവി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്? അവിടെ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്ന രക്തപര്യനം, അതിൻ്റെ ശബ്ദം കേൾക്കും. ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ജലത്തിൻ്റെയും ചലനത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. വായുവിൻ്റെ ചലനം, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വരുന്ന ചലനങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലും ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വായുവിൻ്റെ ചലനം തിരിച്ചറിയുക, മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറയാണ്, പേപ്പർ എടുത്ത് വീശു. അപ്പോൾ നമുക്ക് വായു ചലിക്കുന്നതായിട്ട് കാണാം. ഇതേപോലെ വായു ചലിക്കുന്നതായിട്ട് നമ്മൾ എപ്പോഴൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ പറയുന്നു, കാറ്റിൻ്റെ ചലനം. കാറ്റ് ചലിക്കുന്ന സമയത്ത് നമ്മൾ വായുവിൻ്റെ ചലനം മനസ്സിലാക്കുന്നു. ഇതേപോലെ തന്നെ തരംഗ ചലനം അല്ലേ, പലതരത്തിലുള്ള വേവ്സ്. അപ്പോൾ അതിലൂടെ തരംഗങ്ങളുടെ ചലനം കാരണം നമുക്ക് ചലനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നു. ദെൻ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചലനം. പക്ഷികളും മൃഗങ്ങളും ചലിക്കുന്ന സമയത്തും നമുക്ക് വായുവിൻ്റെ ചലനം തിരിച്ചറിയാൻ കഴിയും. ഓക്കെ അല്ലേ. ദെൻ ഇനിയും എന്തെല്ലാം തരത്തിലുള്ള ചലനങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ആലോചിച്ച് അവിടെ എഴുതുക. ഒരു വസ്തു എപ്പോഴാണ് ചലിക്കാൻ തുടങ്ങുന്നത്? വേഗത്തിലുള്ളതും സാവധാനത്തിലുള്ളതുമായ പലതരം ചലനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ചലനങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്താണ് ഈ ചലനങ്ങൾ തമ്മിലുള്ള ബന്ധം? അതിനായിട്ട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡെസ്ക് കണ്ടില്ലേ? ആ ഡെസ്കിൽ ഒരു ഗോലി വെച്ചിട്ട് വിരലുകൊണ്ട് തട്ടുകയാണ്. അപ്പോൾ നിശ്ചലമായ ഗോലി ഇവിടെ ചലിക്കുന്നു. അതിന് കാരണം വിരലുകൊണ്ട് തട്ടുന്നതുകൊണ്ടാണ് അല്ലേ. അതേപോലെ ഗോലി ഡെസ്കിൽ പതുക്കെ ഇട്ട് ഉരുട്ടി വിടുക, അതിൻ്റെ പാത തടസ്സപ്പെടുത്തി നമ്മുടെ കൈ വെക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഗോലി നിശ്ചലമാകുന്നു. കാരണം എന്താ? നമ്മുടെ കയ്യിൽ തട്ടിയാണത് നിശ്ചലമാകുന്നത്. അപ്പോൾ നമുക്ക് ചലിപ്പിക്കാനും ഒന്നിനെ നിശ്ചലമാക്കാനും കഴിയും അല്ലേ. ഇനി ഗോലി ഡെസ്കിലൂടെ സാമാന്യ വേഗത്തിൽ ഉരുട്ടുക, അതിൻ്റെ പാതയിൽ ഒരു സ്കെയിൽ അല്പം ചരിച്ചു പിടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും?
എന്ത് സംഭവിക്കും? ഉരുട്ടിവിട്ട ആ ഒരു സ്കെയിൽ ആ ഒരു ഗോലി സ്കെയിലിൽ തട്ടിയിട്ട് അതിൻ്റെ ആ ഒരു സ്ഥാനം മാറും അല്ലേ. ഇവിടെ നേരെ ആയിരുന്നു പോയത്, ഇവിടെ തട്ടുന്ന സമയത്ത് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇനി ഗോലി ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടി വിടുക. അതേ ദിശയിൽ മറ്റൊരു ഗോലിയും കൂടുതൽ വേഗത്തിൽ ഉരുട്ടി ആദ്യത്തിൽ കൂട്ടിമുട്ടിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ ഗോലിയിൽ രണ്ടാമത്തെ ഗോലി വന്ന് തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഗോലി കൂടുതൽ വേഗത്തിൽ ഓടുന്നു അല്ലേ, കൂടുതൽ വേഗത്തിൽ ഓടുന്നു. സോ ഞാനിവിടെ ഈ പറഞ്ഞ ഉത്തരങ്ങൾ തന്നെയാണ് ചോദ്യങ്ങളായിട്ട്, ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ചലനങ്ങളിലും വ്യത്യാസം വരുന്നത്? അപ്പോൾ ഓരോ സന്ദർഭത്തിലും ബലത്തിൻ്റെ പ്രയോഗം ചലനത്തിൽ മാറ്റിയ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിശ്ചലമായിട്ടുള്ള ഗോലി ചലിച്ചുകൊണ്ടിരുന്ന ഗോലിയെ നിശ്ചലമാക്കി, അതിൻ്റെ സ്ഥാനം മാറ്റി, വേഗത കൂട്ടി. ഇതൊക്കെ നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കി. അപ്പോൾ പന്ത് കളിക്കുന്നവരും കാണുന്നവരാണ് നമ്മളല്ലേ. അപ്പോൾ നമ്മൾ പന്തിനെയും ഇതേപോലെ ചെയ്യും അല്ലേ. ഒരു ഫുട്ബോളിനെ നമ്മൾ ചലിപ്പിക്കുന്നു അല്ലെ, കിക്ക് ചെയ്ത് ചലിപ്പിക്കുന്നു, ദെൻ കാലുകൊണ്ട് ചവിട്ടി നിർത്തുന്നു, പല ദിശയിലേക്കും അതിനെ തിരിച്ചു വിടുന്നു, പിന്നീട് വേഗത കൂട്ടുകയും ചെയ്യുന്നു. സോ ബലവും ചലനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി, ചലനത്തെ നമുക്ക് ബലം കൊടുത്ത് അല്ലേ, നമ്മൾ കൈ വെക്കുമ്പോഴും അതേപോലെ അതിനെ അടിക്കുമ്പോഴും എല്ലാം നമ്മൾ ബലം കൊടുക്കുകയാണ്. അപ്പോൾ ബലവും ചലനവും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. അപ്പോൾ ഒരു ഗോലി അനങ്ങാതെ നിന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കൈ ഉപയോഗിച്ച് ബലം കൊടുത്ത് അതിനെ ചലിപ്പിച്ചു. ചലിപ്പിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം. അപ്പോൾ ഇവിടെ എല്ലാം ചലനം കൂട്ടാനും വേഗത കൂട്ടാനും കുറയ്ക്കാനും നിർത്താനും അതിൻ്റെ ദിശ മാറ്റാനും എല്ലാം നമുക്ക് ബലമാണ് വേണ്ടത്. ഇനി പല വിധത്തിലുള്ള ചലനങ്ങൾക്ക് ഉദാഹരണം പറയുന്നതിന് വേണ്ടി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് വന്നിട്ടുള്ളത്? ആദ്യത്തെ ചിത്രത്തിൽ ഒരാൾ ഷാർപ്പനർ കൊണ്ട് പെൻസിൽ കൂർപ്പിക്കുകയാണ് അല്ലേ. ഷാർപ്പനർ കൊണ്ട് പെൻസിൽ കൂർപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു? അവിടെ നടക്കുന്നത് പെൻസിൽ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങാണ്. ഇനി പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോഴോ? അങ്ങനെ വൃത്തം വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ അതിൻ്റെ മറ്റൊരു എൻഡ് അവിടെ, കോമ്പസിൻ്റെ മറ്റൊരു എൻഡ് അവിടെ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു. പെൻസിൽ ഇങ്ങനെ ചുറ്റും കറങ്ങുന്നു. ഇനി പെൻസിൽ ഉപയോഗിച്ച് സ്കെയിൽ ചേർത്ത് വരയ്ക്കുന്ന സമയത്ത് അവിടെ നേർരേഖയിൽ ചലനം നടക്കുന്നു. സോ ഇവിടെ നമുക്ക് വ്യത്യസ്ത തരം ചലനങ്ങൾ കാണാൻ സാധിക്കുന്നു. ഇവിടെ ആദ്യം വന്നത് ഷാർപ്പനർ കൊണ്ട് പെൻസിൽ കൂർപ്പിച്ചു. അപ്പോൾ എന്താ അവിടെ വരുന്നത്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് അല്ലേ. ഷാർപ്പനർ ഉപയോഗിച്ച് കറക്കുന്ന സമയത്ത് പെൻസിലിൻ്റെ മുന ഇവിടെ നിപ്പുണ്ട്, അതിനെ അടിസ്ഥാനമാക്കി പെൻസിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അതിനെ നമ്മൾ പറയുന്ന പേര് ഭ്രമണം എന്നാണ് കേട്ടോ. ഇത് ഭ്രമണമാണ്, ഭ്രമണം. ദെൻ രണ്ടാമത്, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? വൃത്താകൃതിയിലുള്ള പാതയിലൂടെയുള്ള ചലനം അല്ലെ, വൃത്താകൃതിയുള്ള പാതയിലൂടെ ചലനം. ഇതിന് നമ്മൾ പറയുന്ന പേര് വർത്തുള ചലനം. എഴുതി വെക്കുക കേട്ടോ, വർത്തുള ചലനം. നിങ്ങൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങോട്ട് പറയുന്നത് കേട്ടോ. ദെൻ ഇനി സ്കെയിലിൽ വെച്ച് നേരെ വരയ്ക്കുന്ന സമയത്തോ നേർരേഖാ ചലനം. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെ ചലനം, നേർരേഖാ ചലനം. ഇനി ഒരു വസ്തു ഇങ്ങനെ പെൻഡുലം ക്ലോക്കിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, നമ്മൾ ഊഞ്ഞാലാടുമ്പോഴൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഇതിന് നമ്മൾ പറയുന്ന പേര് ദോലനം. ഇനി ദോലനം സ്പീഡിനാകുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന പേര് കമ്പനം. ഓക്കെ അല്ലേ. അപ്പോൾ ചലനങ്ങൾ മനസ്സിലാക്കുക. നേർരേഖയിലുള്ള ചലനം നേർരേഖാ ചലനം. ഒരു അക്ഷത്തെ ആസ്പദമാക്കി കറങ്ങുന്നത് ഭ്രമണം. ഇനി വൃത്താകൃതിയിൽ കറങ്ങുന്നത് വർത്തുള ചലനം. ദെൻ ഇരു വശങ്ങളിലേക്കുമുള്ള തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചലനം ദോലനം സ്പീഡിലായാൽ അത് കമ്പനം. ഓക്കെ അല്ലേ. SCERT ഫാക്റ്റുകളാണ്, വായിച്ച് പഠിച്ച് മനസ്സിലാക്കാം. സോ ഇവിടെ നോക്കൂ, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറങ്ങുന്നു അല്ലേ. ഇവിടെ കറങ്ങൽ തന്നെയാണ് വരുന്നത്, പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു കൈ ഇവിടെ കൊടുക്കുന്ന ബലത്തിൽ ഈ ഒരു കല്ല് ഇങ്ങനെ ചുറ്റും കറങ്ങുകയാണ്. ഇനി ഇവിടെ പമ്പരം കറങ്ങുന്ന കാണാം, പമ്പരം കറങ്ങുന്നു. ദെൻ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു. ഇനി വാഹനങ്ങളുടെ ടയർ കറങ്ങുന്നു.
ലിഫ്റ്റ് ഉയരുന്നു, വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് പലതരത്തിലുള്ള ചലനം കണ്ടു, തരത്തിലുള്ള ചലനം. അപ്പോൾ ആ ചലനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാർപ്പനർ ഉപയോഗിച്ച് പെൻസിലിൽ കുറിപ്പിക്കുന്നതിനോട് സാമ്യമുള്ള ചലനം അഥവാ ഭ്രമണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു അക്ഷത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചലനം. പമ്പരം കറങ്ങുന്നത് അതേപോലെയാണ് അല്ലേ, ഫാൻ കറങ്ങുന്നതും അങ്ങനെയാണ്. ദെൻ ഭൂമിയുടെ ഭ്രമണം അങ്ങനെയാണ്. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ കറക്കവും ഇതിന് സമാനമാണ്. മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ കറക്കം, മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ബ്ലേഡ് കറങ്ങുന്നതും അത് സ്വന്തം അക്ഷം അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ചുറ്റും അതിങ്ങനെ കിടന്ന് കറങ്ങാണ്. ദെൻ ഇനി വർത്തുള ചലനം. എന്താണ് വർത്തുള ചലനം എന്ന് പറയുന്നത്? വൃത്താകൃതിയിലുള്ള ചലനമാണ്. ഇപ്പോൾ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ അത് വർത്തുള ചലനമാണ്. ഇനി കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുമ്പോഴും അത് വർത്തുള ചലനമാണ്. മുകളിലെ ഒരു കുട്ടി കറക്കുന്ന പിക്ചർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു, നമ്മൾ അവസാനം കൊടുത്ത പിക്ചർ, അതും വർത്തുള ചലനമാണ്. ഇനി ജയന്റ് വീലിൻ്റെ കസേരയുടെ കറക്കം, ജയന്റ് വീലിൽ ഇങ്ങനെ കസേരകൾ കിടന്നിങ്ങനെ കറങ്ങും നമ്മൾ പാർക്കിലേക്ക്, അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്ന സമയത്ത്, ഇതും വർത്തുള ചലനമാണ്. ഇനി കറങ്ങുന്ന സൈക്കിൾ ടയറിൻ്റെ വാൾവ് ട്യൂബിൻ്റെ ചലനം. അപ്പോൾ കറങ്ങുന്ന സൈക്കിൾ ടയറിനകത്ത് വാൾ ട്യൂബ് ഉണ്ട് അല്ലേ, ആ വാൾ ട്യൂബിൻ്റെ ചലനവും വർത്തുള ചലനം. കാരണം അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങി വരികയാണ്, ഒരു വൃത്താകൃതിയിൽ കറങ്ങി വരികയാണ്. ഇനി നേർരേഖാ ചലനത്തിന് തുല്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്. നമ്മൾ പെൻസിൽ സ്കെയിൽ വരയ്ക്കുന്നത് പോലെ, നേരെ വരയ്ക്കുന്നത് പോലെയാണ് മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നത്. അത് നേരെയുള്ള ചലനമാണ്. ലിഫ്റ്റിൻ്റെ ചലനവും അതേപോലെയാണ്. നമ്മൾ വെടിയുണ്ട തോക്കിൽ നിന്ന് വരുന്നതും നേർരേഖയിലാണ്. അമ്പ് ചെയ്ത് വിടുമ്പോഴും അത് പോകുന്നത് നേർരേഖയിലാണ്. റൺവേയിലൂടെ വിമാനത്തിൻ്റെ ചലനം, വിമാനം നേരെയല്ലേ പോകുന്നത്, സോ അതും നേർരേഖ ചലനമാണ്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു ചലനം, ഇത് നമ്മൾ പറഞ്ഞു, ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം ദോലനമാണ്, ഊഞ്ഞാലിൻ്റെ ചലനം. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്, ഒരു തുലന സ്ഥാനത്ത്, വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു. അപ്പോൾ വസ്തു എന്ത് ചെയ്യുന്നു, തുലന സ്ഥാനം, ഇത് ഇത്രയാണ് അതിൻ്റെ ചലിക്കാനുള്ള സ്ഥാനം. ആ ഒരു സ്ഥാനത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് ദോലനം. അപ്പോൾ ഊഞ്ഞാലാടുന്നത്, പെൻഡുലം ക്ലോക്കിൻ്റെ ചലനം, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം, ഇതൊക്കെ ദോലനമാണ്. ഓക്സിലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ദെൻ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ചലനം ദോലനമാണോ? ദോലനം തന്നെയാണ് അല്ലേ. അത് എന്താ ചെയ്യുന്നത്, ഇങ്ങോട്ട് കൃത്യമായിട്ട് ഒരു തുലന സ്ഥാനത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ് ചെയ്യുന്നത്. സോ അതും ദോലനം തന്നെയാണ്. ദെൻ ദോലനത്തിൻ്റെ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഞാനത് പറഞ്ഞു, ദ്രുതഗതിയിലുള്ള ദോലനത്തിന് നമ്മൾ പറയുന്ന പേര് കമ്പനം. അപ്പോൾ ദോലനം ദ്രുതഗതിയിൽ അഥവാ വേഗത്തിലാകുന്ന സമയത്ത്, വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ കമ്പനം എന്ന് പറയുന്നു. ഇതാണ് ട്യൂണിംഗ് ഫോക്ക് എന്ന് പറയുന്ന സാധനം. നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാകും ട്യൂണിംഗ് ഫോക്കിൽ നമ്മളൊരു റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ അടിച്ചിട്ട് ടേബിളിൽ വെക്കുന്നതൊക്കെ, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് കമ്പനം എന്നാണ്. അതേപോലെ റബ്ബർ ബാൻഡ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന സമയത്തും ഇത് ഒരു ദോലനം നമുക്ക് കാണാൻ കഴിയും, സ്പീഡിലുള്ള, അതിനെ പറയുന്ന പേര് കമ്പനം. ഇനി മെറ്റൽ സ്കെയിൽ ഇങ്ങനെ ഒരു ഡെസ്കിൽ വെച്ചിട്ട് നമ്മൾ ഒരു കൈ കൊണ്ട് അത് അമർത്തി പിടിക്കുന്നു, മറ്റൊരു കൈ കൊണ്ട് അതിനെ അടിക്കുന്നു. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയും വൈബ്രേഷൻ, കമ്പനം. ഓക്കെ അല്ലേ. സോ കമ്പനം വ്യക്തമായി കാണാൻ സഹായിക്കുന്ന ഒരു PP ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. അത് കുട്ടികൾക്ക് ചെയ്യാനുള്ളതാണ്, നമുക്കത് PSCക്ക് വേണ്ടി വായിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് ക്രോസ് ചെയ്യുന്നു. ഇനി ചലനം പ്രയോഗത്തിൽ, ഈ ചലനങ്ങളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ പല തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, തയ്യൽ മെഷീൻ ഉപയോഗിച്ച് വസ്തുക്കൾ തയ്ക്കുന്ന നിരീക്ഷിച്ചാൽ നമുക്ക് മെഷീനിൽ എന്തൊക്കെ ചലനങ്ങൾ കാണാൻ കഴിയും. അവിടെ നമുക്ക് സൂചിയുടെ ചലനം നേർരേഖാചലനമാണ് അല്ലേ. സൂചി ചലിക്കുന്നത് നേർരേഖാചലനം, കാരണം സൂചി ഇങ്ങനെയാണ് വരുന്നത്, താഴോട്ട് ഇങ്ങനെ വരുന്നു അല്ലെ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി താഴോട്ട് വരുന്നു, മുകളിൽ പോകുന്നു. അപ്പോൾ ഒരു നേർരേഖയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ്. ഇനി മേശയുടെ ചലനം എങ്ങനെയാണ്, മേശ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യും, അത് കമ്പനം. ഇനി ചക്രങ്ങളുടെ ചലനം, ചക്രം അത് ഒരു അക്ഷത്തെ ആസ്ഥാനമാക്കിയല്ലേ, ആ ഒരു അക്ഷത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചലിക്കുകയാണ്, അപ്പോൾ അത് ഭ്രമണമാണ്. ഇനി ഈ പെഡൽ എന്ത് ചെയ്യാണ്,
ഒരു തുലന സ്ഥാനത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിതിനെ ദോലനം എന്ന് പറയാൻ പറ്റും. ദോലനം എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അത് പൂരിപ്പിക്കുക കേട്ടോ, പൂരിപ്പിക്കുക. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ചെണ്ടയുടെ ഡയഫ്രം അവിടെ ദോലനമാണ് അല്ലേ, ദോലനം. അതിലൂടെ കിട്ടുന്ന നമുക്ക് പ്രയോജനം എന്താണ്? ശബ്ദം കേൾക്കാൻ കഴിയും. ഇനി കസേര കറങ്ങുന്ന സമയത്ത്, കറങ്ങുന്ന കസേര ഭ്രമണമാണ് അല്ലേ, കസേര കറങ്ങുന്ന കസേര ഭ്രമണമാണ്. കറങ്ങുന്ന കസേരകളുണ്ടല്ലോ, അപ്പോൾ അത് സ്വന്തം അക്ഷത്തെ ആസ്പദമാക്കിയിട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇരിക്കുമ്പോൾ കറങ്ങാൻ സാധിക്കുന്നു. അഥവാ നമ്മുടെ വസ്തുക്കളെല്ലാം കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ നമുക്ക് എടുക്കാനും മറ്റും കഴിയുന്നു. ഇനി ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം വർത്തുള ചലനമാണ്, അത് കറങ്ങി വരികയാണല്ലോ. അതിങ്ങനെ കറങ്ങുന്നതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് കൃത്യസമയം കാണിക്കാൻ കിട്ടുന്നു. ഇനി തയ്യൽ മെഷീൻ്റെ ചെറിയ ചക്രം ഭ്രമണമാണ് നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് തയ്ക്കാൻ സാധിക്കുന്നത്. ഇനി ലിഫ്റ്റ് നേർരേഖാ ചലനമാണ്, അതുകൊണ്ട് നമുക്ക് സഞ്ചാരം എളുപ്പമാകുന്നു. ഊഞ്ഞാല് ദോലനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ പോകുന്നത്. സോ നമുക്കൊരു രസമല്ലേ, ഒരു ഉല്ലാസമാണ് അതിന് കിട്ടുന്നത്. ഇനി വീണയിലെ കമ്പി കമ്പനമാണ്, കമ്പനം, അവിടെ ശബ്ദം ഉണ്ടാകുന്നു. കമ്പനത്തിലൂടെ അധികവും നമുക്ക് ശബ്ദമാണ് കിട്ടുന്നത് കേട്ടോ. ഇനി പൊടിമില്ലിലെ ചക്രങ്ങൾ, പൊടിമില്ലിലെ അത് ഫ്ലവർ മില്ലിലേക്ക് ചക്രങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഫ്ലോർ മില്ലിലെ അവിടെ ഭ്രമണമാണ്, അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ധാന്യങ്ങൾ പൊടിക്കാൻ കഴിയുന്നത്. ദെൻ ഇനി കളിപ്പങ്ക ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അത് കുട്ടികൾ ചെയ്യാനുള്ളതാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇനി പങ്ക കറക്കാം, ഈർക്കിൽ കൊണ്ട് നൂല് മുഴുവന് ചുറ്റി ഇങ്ങനെ പങ്ക വെച്ച് കറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമ്മളൊരു കുട്ടിക്കാലത്ത് ഉണ്ടാക്കുന്ന ഒരു പമ്പരം ഉണ്ടല്ലോ, ഈ പമ്പരം ഇങ്ങനെ നൂലിലേക്ക് ഇറക്കി വെച്ച് മുകളിൽ നാല് സൈഡും ഇങ്ങനെ കോർണർ വരുന്ന രീതിയിൽ 2 പേപ്പർ ക്രോസ് ആക്കി വെച്ചിട്ടുള്ള പഴയ പമ്പരം നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ. സോ ഇവിടെ നൂലിലുണ്ടായ ചലനം പങ്കയുടെ ചിറകിലെത്തിയത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ നൂല് വലിക്കുന്ന സമയത്ത് ഈ ഒരു ഫാൻ ഇങ്ങനെ കറങ്ങും അല്ലേ. അപ്പോൾ ഈ നൂലിൽ വലിക്കുന്നത് എങ്ങനെയാണ് ഇത് കറങ്ങാൻ സഹായിക്കുന്നത്? ഒരിടത്ത് നൽകുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് ചലിപ്പിക്കുന്ന എന്തെല്ലാം ഉപകരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു നൂല് കറങ്ങുന്ന സമയത്ത് ഈ ഒരു ഈർക്കിൽ കറങ്ങും. ഈർക്കിൽ കറങ്ങുമ്പോൾ ഇതും കറങ്ങും. അപ്പോൾ ഒരെണ്ണം ചലിക്കുന്ന സമയത്ത് അതിൻ്റെ സഹായത്തോടെ മറ്റൊന്ന് കറങ്ങുന്നു. ഒരിടത്ത് നൽകുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? സൈക്കിളിൽ അല്ലേ, സൈക്കിളിൽ നമ്മൾ ഇവിടെ ചവിട്ടുന്നു, ഇത് കറങ്ങുന്ന സമയത്ത് ഇതിലെ ചെയിൻ കറങ്ങി ഈ ഒരു വീല് കറങ്ങുന്നു, അങ്ങനെ സൈക്കിൾ മുന്നോട്ട് പോകുന്നു. സോ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് പെഡലിലാണ്. ഈ ബലം ചക്രത്തിലെത്തുന്നത് ഈ ചെയിൻ വഴിയാണ് അല്ലേ. ഈ ചെയിൻ വഴി ഈ ചെറിയ ചക്രത്തിലേക്ക് വരുന്നു, ചക്രത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്നു, അങ്ങനെ വീല് കറങ്ങുന്നു. ദെൻ ഇനി ഒരു ഫ്ലോർ മില്ലിൽ പോകുന്ന സമയത്ത് ഏത് ഭാഗം ചലിക്കുമ്പോഴാണ് പൊടിമില്ലിൽ പ്രവർത്തനം നടക്കുന്നത്? ആദ്യം ആ ചെറുത് ചലിക്കുന്നു, അതിങ്ങനെ ഈ ഒരു ബെൽറ്റ് വഴി വലിയ ചക്രത്തെ ചലിപ്പിക്കുന്നു, അങ്ങനെയാണ് മെഷീന് വർക്കാവുന്നത് അല്ലേ. സോ ഇവിടെയല്ല, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്ര ഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണം ചലിപ്പിച്ചിട്ട് ആ ചലനം നമ്മൾ ഇവിടെ എത്തിക്കുന്നു, അങ്ങനെ ടയർ കറങ്ങുന്നു, അങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്തെ ബലം മറ്റൊരു സ്ഥലത്തിൽ ചലനം ഉണ്ടാക്കി അതുവഴി നമുക്ക് മൊത്തത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്നു. ചെയിന്, ബെൽറ്റ്, ചക്രവും ആക്സിലും തുടങ്ങിയ സംവിധാനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിലൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ദെൻ പൽചക്രങ്ങൾ എന്ന് പറയുമ്പോൾ ചക്രത്തിൻ്റെ ചുറ്റും ഇതേപോലെ അടയാളങ്ങളുണ്ടാവും, ഇതിനെയാണ് പൽചക്രങ്ങൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്ത വലുപ്പമുള്ള 2 പ്ലാസ്റ്റിക് അടപ്പുകൾ ഒരു മരപ്പലകയിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആണിയടിച്ചുറപ്പിക്കും. ഇനി ഓരോ അടപ്പും പിടിച്ച് കറക്കി നോക്കൂ, അപ്പോൾ എന്ത് സംഭവിക്കും? ഒരെണ്ണം കറക്കുമ്പോൾ മറ്റതും കറങ്ങും അല്ലേ, മറ്റതും കറങ്ങുന്നുണ്ടാവും. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒന്നാമത്തെ ചക്രം കറക്കുമ്പോൾ രണ്ടാമത്തെ ചക്രം കറങ്ങുന്നു. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒന്നാമത്തത് കറക്കുന്ന സമയത്ത് രണ്ടാമത്തത് അതേ ദിശയിലാണോ കറങ്ങുന്നത്? ആണോ? അല്ല. ഒന്നാമത്തെ പൽചക്രം കറക്കുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം ഒന്നാമത്തതായിരിക്കില്ല, രണ്ടാമത്തത് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഒരു 4 പൽചക്രം ഉണ്ട് എങ്കിൽ ഒന്നാമത്തത് ഇങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ രണ്ടാമത്തത് തിരിച്ച് കറങ്ങും, മൂന്നാമത്തത് ഒന്നാമത്തിൻ്റെ അതേ ദിശയിൽ  അങ്ങനെയാണ് കറങ്ങുന്നത്. സോ
സോ അടപ്പുകളിലെ നേരിയ പല്ലുകളെ ഒന്ന് കറക്കുമ്പോൾ മറ്റതിനെയും കറക്കാൻ സഹായിക്കുന്നു. ഇത്തരം ചക്രങ്ങളെയാണ് നമ്മൾ പൽചക്രം എന്ന് പറയുന്നത്. ഒരു ചക്രം കറങ്ങുന്ന സമയത്ത് മറ്റൊരു ചക്രം കൂടി കറങ്ങുന്നു. ഇതിനെ പൽചക്രം എന്ന് നമ്മൾ പറയുന്നു. ഈ ചക്രങ്ങൾ നമുക്ക് കളിപ്പാട്ടങ്ങളിൽ, മെഷീൻസിൽ ഒക്കെ കാണാൻ കഴിയും അല്ലെ. ഹാൻഡ് ഡ്രില്ല്, കളിപ്പാട്ടങ്ങൾ, ഇവിടെയെല്ലാം പൽചക്രങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൽചക്രങ്ങൾ ചലനത്തിൻ്റെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് അന്വേഷിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം. ഒരു യന്ത്രത്തിന്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു. പൽചക്രത്തിന്റെ ഒരു ഉപയോഗം അതാണ്. നമ്മൾ ഒരു ഭാഗം കറക്കിക്കൊണ്ട് മറ്റു ഭാഗങ്ങളും ചലിപ്പിക്കാൻ നമ്മൾ അത് സഹായിക്കുന്നു. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കൂടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ പൽചക്രം ഉപയോഗിച്ചാണ് വലിയ പൽചക്രത്തെ കറക്കുന്നത് എങ്കിൽ ചലനത്തിന്റെ വേഗം കുറയും. ഇനി തിരിച്ചാകുമ്പോൾ അഥവാ വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രത്തെ കറക്കുന്ന സമയത്ത് വേഗത കുറയുന്നു. പൽചക്രങ്ങൾ ഉപയോഗിച്ച് ദോലനത്തിൻ്റെ ദിശയും വേഗതയും മാറ്റാൻ കഴിയുന്നു. ഇത് നമുക്ക് യന്ത്രങ്ങളിൽ പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൽചക്രം ഉപയോഗിച്ച് നമുക്ക് ചലനങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്നു. അതേപോലെ ചലനത്തിൻ്റെ ദിശയും വേഗതയും നിർണ്ണയിക്കാൻ കഴിയുന്നു. ഇനി ചെറിയ പൽചക്രമാണ് വലിയ പൽചക്രത്തെ ചലിപ്പിക്കുന്നത് എങ്കിൽ വേഗത കുറയുന്നു. ഇനി ചെറിയ പൽചക്രം വലിയ പൽചക്രത്തെ ചലിപ്പിക്കുകയാണെങ്കിൽ വേഗത കൂടുന്നു. വലിയ പൽചക്രമാണ് ചെറിയ പൽചക്രത്തെ കറക്കുന്നത് എങ്കിൽ വേഗത കുറയുന്നു. അപ്പോൾ വലിയ പൽചക്രം വേഗത കുറയ്ക്കുന്നു, ചെറിയ പൽചക്രം വേഗത കൂട്ടുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ചലനത്തിന് വിധേയമാണ് എന്ന് പഠിച്ചു. സോ കൂടുതൽ പറയാനുള്ളത്, നമ്മൾ SCERTയുടെ പല ക്ലാസ്സുകളിലും ഏകദേശം 100-നോടടുത്ത ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓരോ SCERT പ്ലേലിസ്റ്റുകളായിട്ട് ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ അതുകൂടി കാണുക. ദെൻ ചാനലിനെ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഉണ്ട് എങ്കിലാണ് കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈ ഒരു പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വസ്തുക്കളുടെ ചലനാവസ്ഥയിലും നിശ്ചലാവസ്ഥയിലും ബലമുണ്ടാക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ കഴിയുന്നു. ചലനങ്ങളെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഉദാഹരണങ്ങൾ നൽകാൻ കഴിയുന്നു. ഇതൊക്കെ നമുക്ക് കഴിയണം, ഇതൊക്കെ മനസ്സിലാകണം. ഇത് മനസ്സിലായി കഴിഞ്ഞാലേ നമുക്ക് PSCയിലെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. വിവിധ ഇനം ചലനങ്ങൾ വ്യത്യസ്ത ഉപകരണങ്ങൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചു. ചലനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ നിർമ്മിക്കാനും കഴിയുന്നു. ഈ അവസാനത്തത് നമുക്കറിയേണ്ട ആവശ്യമില്ല, അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏവർക്കും വിജയാശംസകൾ.